വെൽക്കം ടു അരോമ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് വീട്ടിൽ തന്നെ എങ്ങനെ ഈസി ആയിട്ട് പനീർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം പാല് വേണം. ഞാനിവിടെ 2 ലിറ്റർ പാൽ ഉപയോഗിക്കുന്നുണ്ടെന്ന്. ഇത് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 100-150 ഗ്രാമോളം പനീർ കിട്ടും. പിന്നെ വേണ്ടത് ചെറുനാരങ്ങ നീരാണ്. ഞാനിവിടെ 2 ചെറുനാരങ്ങയുടെ ഫുൾ നീരെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് ആണ്. ഐസ് ക്യൂബ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തണുത്ത വെള്ളം ഉപയോഗിക്കാം. നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പാല് നമുക്ക് നല്ലോണം ഇളക്കി തിളപ്പിക്കണം. അങ്ങനെ നമ്മുടെ പാലൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഈ ടൈമിലാണ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത് നാരങ്ങാനീര് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. നാരങ്ങാനീര് ഒഴിച്ച ശേഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ ചെറുനാരങ്ങാനീര് ഒഴിച്ചൊരു 2 to 3 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേന് നമുക്ക് കാണാം ഇതിങ്ങനെ സെപ്പറേറ്റ് ആകാൻ തുടങ്ങും. നമ്മൾ ആ പനീറായതും ആ വാട്ടറും കൂടെ. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് ഐസിട്ട് കൊടുക്കുകയാണ്. കാരണം ഇനി അത് കുക്കാകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഐസിട്ട് കൊടുത്തു. ഐസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു സ്ട്രെയിനർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ക്ലീൻ കോട്ടൺ ക്ലോത്ത് വെച്ച് കൊടുക്കണം. ഇതിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ടത്. നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സ്പൂൺ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിത് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്യുന്നുണ്ട്, കുറച്ച് ഫ്രഷ് വാട്ടർ ഒഴിച്ചിട്ട്. ഇത് ഓപ്ഷണലാണ്, ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി. അതിനുശേഷം നമ്മളിതെടുത്ത് നല്ലോണം ഒന്ന് ഫോൾഡ് ചെയ്യാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ അതിലുള്ള എക്സസ് വാട്ടർ കളയാണ്. അപ്പോൾ നമ്മുടെ പനീർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. നമുക്കതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് പ്ലേസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു 4-5 ഗ്ലാസ് വെള്ളം ഇങ്ങനൊരു പാത്രത്തിൽ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക ചെയ്യാറ്. അതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് കറക്റ്റാകാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പനീർ റെഡിയായി. ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ പനീർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് താങ്ക് യു.